രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ തീ കത്തിക്കുക എന്നുള്ളത് എൻ്റെ മെയിൻ ഡ്യൂട്ടി. ഇപ്പം ബാക്കിയെല്ലാം പയ്യെ എഴുന്നേറ്റേ ഉള്ളൂ. രാവിലെ പൂച്ച കാണുന്നല്ലോ. ടൂറ് പോയോ? പല്ല് തേക്കാനുള്ള ഗുസ്തി, കറി വെക്കാനുള്ള ഗുസ്തി, കഞ്ഞി വെക്കാനുള്ള ഗുസ്തി. പിന്നെ ചേട്ടല്ലേ പോന്നേ? നീ പോന്നില്ലേ? ഓ താല്പര്യമില്ല, തുറക്കാം. യോ തന്നെയൊക്കെ ഓക്കെ ചിരിക്കേ ചിരിക്കേ. അങ്ങനെ മൂക്കൊക്കെ നിറഞ്ഞിരിക്കുന്നു. കരഞ്ഞായിരുന്നു എൻ്റെ പൊത്ത്. ബാ നല്ല തണുപ്പോ, എൻ്റെ കൊച്ചിന് നല്ല തണുപ്പുണ്ടല്ലേ ബസ്സിനൊക്കെ പോകുമ്പം. ഞാപ്പിക്ക് സുന്ദരി ടാറ്റാ ടാറ്റാ ടാറ്റാ. അപ്പൊക്കെ വന്നോളൂ. എന്നാ റോഡിന് വീതി കുട്ടിയാണോ പോന്നേ? നേരെ പോ, പൊക്കോതെ. അപ്പം വരുന്നുണ്ട്. ഓ ചേച്ചി മുന്നിലുണ്ടല്ലേ പോകാൻ ഒരു ധൈര്യമുള്ളൂ കുഞ്ഞിന്. ഓടണ്ട, പതിയെ പോ. നീ ഓടുന്നു വേണ്ടെന്ന്. നല്ല തണുപ്പാണ് രാവിലെ. എന്നെയൊക്കെ എന്നും വന്ന് പേടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പണി. രായപ്പനൊന്നും മൈൻഡ് ചെയ്തില്ലേ അവള്? മൈൻഡ് ചെയ്തില്ലേ? ആ പൊക്കോ പൊക്കോ പൊക്കോ. സ്റ്റാൻഡിലോ? ആ റോഡ് റോഡ്. അറിയില്ല, മധുരം വെച്ച് ഉണ്ടാക്കിയാടോ. കൂട്ടുകാരോ? അമ്മയുടെ മോൻ എന്ത്? വിജയമ്മയുടെ മോൻ വീട്ടിലുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മിനിഞ്ഞാന്ന് പറഞ്ഞില്ലേ? അറിയില്ല, വാ പോയേക്കാം. ഞാൻ പറയാം. ആദികേശ് എഴുന്നേറ്റിട്ടില്ല ഇതുവരെ. അമ്മ അവിടെ അടുക്കളയിൽ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ട, അതിന് അവരൊന്നുണ്ടാക്കുക. വിനീത പിള്ളേരുടെ അമ്മ വിനീത. വിനീത എൻ്റെ മോള്, വരുമോള് വീട്ടിലുണ്ട്. മോനുണ്ട് അവിടെ. ഞാനൊരു ദിവസം കൊണ്ട് കാണിക്കാം എല്ലാവരെ. ആ ശരി എന്നാ. ആ ശരിയടാ, പോയിട്ട് വാടാ പൊന്നെ. എവിടെയാ? കല്ലേപ്പാലത്തിൻ്റെ കല്ലേപ്പാലത്തിൻ്റെ അവിടെ, പാറയമ്പലത്തിൻ്റെ അപ്പുറത്ത് പോവുകയാണേ. വീടുണ്ടോ? എവിടെയാ? പാറയമ്പലത്തിൻ്റെ അവിടെയാണ്, കല്ലേപ്പാലത്തിൻ്റെ അവിടെ. അപ്പൊ പോയിട്ടുണ്ടാവും. ഇല്ല. കാര്യം പോയിട്ടുണ്ട്. ഉണ്ടോ? ബെഡ് ഉണ്ട്, കസാരയും ഗ്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മതിയോ? മതി. പിന്നെ ചാരുണ്ട്. നീ പോയിട്ടുണ്ടല്ലേ? എന്തിനാ പോകുന്നത് അപ്പം? ഓ അത് ശരി. മതിയോ? മതി മതി. ഇതൊക്കെ നീ എങ്ങനെ ഉണ്ട്? സ്വപ്നം കണ്ടോ? ടി വി, പിന്നെ ഒരു ഗ്ലാസ്, പിന്നെ ഫ്രിഡ്ജ് വെട്ടി മറ്റേ കറി വെക്കുന്ന ഫ്രിഡ്ജ്. ഒറിജിനൽ ഫ്രിഡ്ജ്, നമ്മുടെ അടുത്ത പോലല്ല. മനസ്സിലായി. പിന്നെ ഗേറ്റ് എല്ലാം ഉണ്ട്. പിന്നെ അതിപ്പോ ഇവിടെ ഗേറ്റ് കണ്ടപ്പോ പറഞ്ഞു. നല്ലൊരു ഫ്രിഡ്ജ് പിന്നെ ഒരു ഫാന്, പിന്നെ ഇരിക്കുന്നത് സോഫ്റ്റ് വെട്ടതാണ്. നിന്നെ വിളിക്കുന്നു. കഴിച്ചോ? എന്താ കറിയോ?
കറിയൊന്നും ഉഴുന്നു അടക്കില്ല. ഞാൻ പറയട്ടെ ചമ്മന്തി ഉണക്ക ചമ്മന്തി അറിയാം. എടപ്പഴാ ഉണ്ടാക്കാൻ പോവാ ഉഴുന്നോട. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിന് മതിയാ ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താ നല്ല ചൂട് ഉന്നോടോ എന്താ പൈപ്പിലോ ഉഴുന്നോട ഉണ്ടാക്കുവാന്ന് പറഞ്ഞു. നല്ല ചൂട് ചായയുടെ കൂടെ ഒക്കെ ഞാൻ ഇഷ്ടമുള്ളത് മുട്ട ബജ്ജിയും ചായ കാപ്പിയും. ഇതന്നെ ചൈനക്കാരുടെ പരിപാടി. ഞങ്ങൾ ഇഷ്ടമുള്ള മുട്ട ബജ്ജി കുറെ നാളായി വിട്ടാറ്. ഞങ്ങളുടെ ബോണ്ടല്ല വേണം. ഹായ് അപ്പേ ഒരു വെള്ള അപ്പേ റോസാപ്പൂ കേട്ടോ. നാരായണ ബസ്സാ. പക്ഷെ അവർക്ക് ഇല്ലല്ലോ. അപ്പൊ എന്തെയോ നിന്റെ വരും ഇത് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. ചോദിച്ചോ. സിനിമയ്ക്ക് ഏതാ പടം? ഏത് പടം? മമ്മൂട്ടിയുടെ പടം. മമ്മൂട്ടിയുടെ പടം ഞാൻ എന്ത് സിനിമ അറിയോ? തുന്നൽ സിനിമ. എന്നിട്ട് നല്ല അതൊന്നും വിട്ടില്ല ഇതുവരെ. ആ സമ്മതിച്ചു. അപ്പൊ ഉണ്ടായ സിനിമയോ കാന്താര. നല്ല സിനിമയോ മതിയോ? കാന്താരക്കെത്തപ്പെട്ടു ജയ്മയും കാന്താര. ഞാൻ കണ്ടുള്ള തുണരി സിനിമ. കാപ്പ് കുടിച്ചോ നിന്നോട് ചോദിച്ചു. നീ പറ. കുടിച്ചു. കുടിച്ച് കാപ്പ് കുടിച്ചോന്ന് ചോദിച്ചാ കഴിച്ചോന്നാ. ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തി കഴിച്ചു. കഴിച്ചോ? ഉണ്ടായി തിരക്കാ. എനിക്ക് പറയടാ. എന്നാ ഓ എന്നാ പരിപാടി രാവിലെ ചേട്ടാ യാത്ര ഉണ്ടായിരുന്നു. ആ അത് കൊടുക്കാൻ വേണ്ടി വന്നു. എന്നാ കൈ തണുത്തിരിക്കുന്നു. അതിപ്പോൾ കുളിച്ചിട്ട് വന്നാ. ആണോ? കുഞ്ഞാണോ? ആ എവിടെ എവിടെ? അവള് പുതുങ്ങുന്നു. നേരത്തെ ആശാൻ അവിടെ അല്ലായിരുന്നു. നല്ല പാടത്തിനവിടെ. ആ അത് ജയയുടെ വൈഫിൻ്റെ അമ്മയൊക്കെ ആയിരുന്നു. ആണോ? ആ ആണല്ലേ? ആ ഓക്കെ. നീ എങ്ങോട്ടാ? എന്നാ വെളുപ്പിന് വന്നേ? നമ്മളെ വീട്ടിലോട്ട് പോകും. ആ രാത്രി പണിയുണ്ടായിരുന്നോ? വീട് പണിയാ. ആ ജയയുടെ വൈഫാരാ? ജയയുടെ വൈഫല്ല. എന്നായിരിക്കുന്നു? ആ അതെങ്ങനെ കാണിക്കും? ആ പുതുങ്ങോട്ട് വണ്ടി വരും. പിന്നെ ഇപ്പം ബസ് ഉണ്ടല്ലോ. ബസ് വരും ഇപ്പോൾ. പൊക്കോട്ടെ. ആ ഓക്കെ. മോനെ അച്ഛയാ ചേട്ടായിയാ. കഴിച്ചോ? ഇതിന്റെ ബസ് വന്നു. ഓടിച്ചിട്ട്
ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. Yeah. പാമ്പുകളുടെ ജന്മമാസം ഞാനിവിടെ അമ്പലത്തിലാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം വീഡിയോ കോൾ. ഇവിടെ അമ്പലത്തിലാണ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ആ ആ ജയൊക്കെ അതിനിടയ്ക്ക് ഇവിടുന്ന് ചാടി വന്നു. ഇവിടെ സാധാരണ ഇവിടെ കാണാനില്ലാത്താണല്ലോ. ഞാൻ അമ്പലത്തിൽ വന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഇവിടെ ജയ കയറി വരുന്നത്. വൈഫ് അവളില്ല, അവള് പഠിക്കുക എറണാകുളത്താണ്. അമ്മയും മോനും ഉണ്ട്. വൈഫിൻ്റെ അല്ല അനിയൻ്റെ കൊച്ചുണ്ട്, 8 വയസ്സ്. അഞ്ജുവിനെ കെട്ടിച്ചേക്കുന്നിടത്ത് അവിടെ അല്ലേ ഉരുളൂന്നും, അവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം മനേട്ടൻ്റെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അഞ്ജുവിനെ എല്ലാ വർഷവും കാണും. ഞങ്ങൾ മേടമ്പത്തിൽ അഞ്ജു അവിടെ കണ്ടിട്ടുണ്ട്. അഞ്ജു വലിയ ഏറിയയിലെ കെട്ടിച്ചേക്കുന്നതെന്ന്. അവള് വലിയ ജോലിക്കാരിക്കല്ലേ. പിള്ളേരൊക്കെ എൻ്റെ മകളെ കെട്ടിച്ച് 2 പിള്ളേർ. മകന് പഠിത്തം കഴിഞ്ഞ് ജർമ്മനൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്നു. അതിപ്പോൾ ജോലിയുണ്ട്. ജർമ്മൻ B2 പാസ്സായില്ല, അതിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസം പരീക്ഷയാണ്. പെണ്ണിനെ കെട്ടിച്ച് 2 പിള്ളേരുണ്ട്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ചെറുപ്പത്തിലെ ബാധ്യതയൊക്കെ ഒഴിഞ്ഞ് ചുമതലയൊക്കെ ഒഴിഞ്ഞ് നിൽക്കുക. ചെറുപ്പത്തിലേ കെട്ടിച്ചു വിട്ടു. പെണ്ണിന് 26 വയസ്സായി, മകന് 24 വയസ്സായി. ആണോ? നേരത്തെ കല്യാണമൊക്കെ കഴിഞ്ഞു. 2 പിള്ളേരെ വല്യപ്പയാ. ഏട്ടൻ്റെ ചുമ്മാ ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. പോകുവാരുണേ. അല്ലെന്നാ പറഞ്ഞു പുതിയ പരിപാടി. അതെ നിങ്ങളുടെ പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം. മറ്റേ അന്ന് വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് പരടാ മണ്ടേ കൂടെ ഒക്കെ പോയ വീഡിയോല്ലേ ഞങ്ങൾ കണ്ടതാ. അന്നൊന്നും പറഞ്ഞ പോലെ അതുപോലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരിക്കൽ വേറെ 10 മണി വേറെ പിള്ളേരെ ഒന്ന് ആമ്പിള്ളേരെ ഒന്ന് 1-2 പേരൊക്കെ എനിക്കറിയത്തുള്ളൂ. വേറെ ആരും എനിക്കറിയത്തില്ല. അവരെ കണ്ടാ അറിയില്ല. ശ്രീയോനെ നീ വന്നോ? എന്നെയൊന്നും ആരും വിളിച്ചില്ല. ഉണ്ടായിരുന്നു, നമ്മുടെ കഴിഞ്ഞു പോയി. കഴിഞ്ഞേ. പിന്നില്ലേ
നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചില്ലേ ഞാൻ കൊടുങ്ങായിൽ വരുന്ന ബിന്ദു എന്ന് പറയുന്നത് ബിന്ദു മിനിയൊക്കെ ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. കൊടുങ്ങായിൽ ഒരു മിനിയില്ലേ പപ്പം പറഞ്ഞത് അവൾ ഞങ്ങൾ മൂന്നുമായിരുന്നു ഏറ്റവും കൂട്ട്. അവരൊക്കെ വന്നായിരുന്നു. അവൾക്കൊന്നും അവളെ കെട്ടിയും പാലായിലാണേ ബിന്ദുവിന്. അവിടെ പിള്ളേരെയും കെട്ടിച്ചു, 2 പെൺപിള്ളേരൊക്കെയാണ്. പക്ഷേങ്കിൽ അവളെന്നോട് പറഞ്ഞു അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ കാണും കൊടുങ്ങായിലേ. അപ്പോൾ എന്നോട് പറഞ്ഞത് നിന്റെ നമ്പർ അറിയില്ല, അങ്ങോട്ട് അറിയിച്ചില്ല, അറിയിക്കാൻ പറ്റില്ല. അരുണിനെ അറിയാതെ ആൾക്കാരുണ്ടോ? ഞാൻ അറിഞ്ഞില്ലപ്പോൾ ഇവിടെയൊക്കെ ഫേമസ് അല്ലേ. പക്ഷെ നമ്മുടെ കഴിഞ്ഞു. എന്നോട് ബിന്ദു പറഞ്ഞെന്നേ. അപ്പോൾ എൻ്റെ കോണ്ടാക്ട് ഇല്ലായിരുന്നു, അങ്ങോട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇവരൊക്കെ അറിയാൻ ഒരു പാടുമില്ലല്ലോ. ഞങ്ങളെയൊക്കെ കടിച്ചു വിടുന്ന കഴിയുമ്പോൾ അറിഞ്ഞില്ലെന്ന് കൂട്ടാ. ഇല്ലില്ല, വിളിക്കാം. അങ്ങനെയല്ലല്ലോ, വാട്സാപ്പിലാണേലും മെസ്സേജ് ഒക്കെ അയക്കും. ക്ലാസ്സിലായിരുന്നു. അപ്പുറത്തും കൂടെ എന്നെ മുടി വെച്ച് പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ 19 ഉണ്ട് തെളിവല്ലേ. അല്ല നമ്മൾ 100 രൂപ കിട വേണ്ടി ചെയ്യുന്നത് 500 ഫ്രണ്ട്സിൻ്റെ കണ്ണ് കണ്ടോ ഒന്ന് കുളിച്ച് നോക്കിയിട്ട് പോകാനുള്ളത്. പിന്നെ വിളിക്കുന്നേ നമ്മൾ ചിക്കൻ്റെ കരിയില്ല കഴിച്ച് ആ നീളം വലിക്കുമെന്ന് പറഞ്ഞല്ലേ. കിടങ്ങുന്നല്ലേ ഉള്ളൂ കളി. ജയിലിലോട്ട് അഴിച്ചുവിട്ട് എന്തിനാണ് എത്ര ഓടിയിടത്? വിജയ് നീ കണ്ടിട്ടില്ലേ ഉള്ളൂ. ഗജനിയാണ് അന്ന്. ഗജനി എന്തിനാണ് ജയിലിൽ വന്ന് ഇരിക്കുന്നത്? അത് പോട്ടെ, അത് ഞങ്ങളുടെ കൊട്ടേഷൻ അതല്ല പറഞ്ഞു. ജെടി അടിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ മനസ്സിലായി. ഇക്കഞ്ച പിന്നെ ഷൂട്ടിംഗ് ആണെങ്കിൽ കുളിച്ച് കണ്ട കാര്യമില്ല. ചെറിയ അതറിയാൻ കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാം അതാണ് ആ എടുത്തില്ലായിരുന്നു പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ അത് ഞാനല്ല വിളിച്ചത്, ഞാൻ വിളിച്ചില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ കെട്ടിച്ചു വിടുന്നേ. ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേ എനിക്ക് തോന്നുന്നു നേരത്തെ കല്യാണമൊക്കെ കഴിച്ചു വിടും. ഒന്നാലോചിച്ചു എനിക്ക്. കുറച്ച് പെണ്ണുങ്ങളുമായിട്ട് നമ്മളങ്ങനെ വലിയ കമ്പനി ആയിട്ടുള്ളായിരുന്നല്ലോ. അതൊന്ന് ഇവളായിരുന്നു. എന്നാ ബിന്ദു എന്നാ സിന്ധു എന്നാണ് ബിന്ദു എന്ന് പറഞ്ഞത്. സിന്ധു അതെല്ലാം വന്ന് പറഞ്ഞിട്ട് പോയാ അത് മൂത്തങ്ങാണ്ടിരിക്കുന്ന എന്താ സംഭവം? കയ്യിൽ വീടിരിപ്പുണ്ട് കേട്ടില്ലായിരുന്നോ? ആ കണ്ടായിരുന്നു. ആ അവിടെ ആ വീട്ടിലൊരു ചെറിയ കംപ്ലൈൻറ്റ് ടി വി ഒന്ന് നോക്കാൻ പറഞ്ഞ് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഞാൻ ഒരു തള്ളോട് നിൽക്കാതിരിക്കുന്നു. അവൾ വിട്ടുപോയി. വീണ്ടും കാട് വെട്ടുക. കുറച്ച് നാൾ വെട്ടിയിട്ട് വീണ്ടും കാടായി. പക്ഷേ ഈ സമയത്ത് കാട് വെട്ടുന്ന മണ്ടത്തരമാണേ. അങ്ങനെ എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ വെയിലാവും. ഇപ്പം വെയിലാകുമ്പോഴത്തേനും ഈ കാടെല്ലാം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിലെ ഈർപ്പം പോവും. ഈർപ്പം പോയിട്ട് ജലാംശം ഒട്ടും ഇല്ലാതെ ചെടികളെല്ലാം വിഷയമാവും. അതേസമയം ഇത്രയും കാട് നിൽപ്പുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് വെയിൽ ഏൽക്കുകയില്ല. കുറച്ച് തണുപ്പായിരിക്കും. 1 മാസം നല്ല വെയിലടിച്ച് കഴിയുമ്പോൾ ഈ കാടെല്ലാം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്തിന് വെട്ടായിരിക്കും നല്ലത്.
വേനൽക്കാലം തുടങ്ങുന്നതുകൊണ്ട് ഇപ്പം വെട്ടിക്കഴിഞ്ഞാൽ ആട്ടോ ഇതെല്ലാം പോവും. ഭയങ്കരമായിട്ട് വെയിൽ ചൂട് പിടിക്കും. ചോദിക്കാം എന്നെ ചോദിക്കാത്തന്നെ എന്ത് അപ്പ എന്ത് ചെയ്യുന്നു? എന്തി എവിടെങ്കിലും പോസ്റ്റായി കാണും. പിന്നെ ടി വി നോക്കാൻ വേണ്ടി മീനക്കാരോടത്തെ ദേ വരുന്നു. നീ അവളെ എന്നോട് അവിടെ ടി വി ഒന്ന് നോക്കാനൊന്നും അങ്ങോട്ട് കയറ്റി വിട്ടിട്ടേ ഒറ്റ പിടിയില്ല. ഞാൻ അവിടുത്തെ വഴി നിൽക്കുകയോ നിങ്ങൾ കയറ്റം കയറി നിൽക്കുന്നത് കയറ്റം കയറി നിൽക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്ക് അങ്ങനെ സമയമല്ല. ഞാൻ ഭയങ്കര തിരക്കുള്ള എനിക്കുണ്ടോ ഇവിടെ പണി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കൊച്ചു തിന്നതിന്റെ ബാക്കി അത് തിന്നെയാണ് നമ്മ പറയുന്നത്. ചാമമ്മ തിന്നുന്ന കാര്യമല്ല ഞാൻ ചേച്ചി. കൊച്ചിന്റെ തന്തയും ചേച്ചിയൊക്കെ ഇല്ലേ? ഞാൻ തിന്നാറുണ്ട്. ഇതുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നിട്ട് നീ വേറെ അടുത്ത് പോയാൽ ഞാനത് കണ്ടില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞ അത് കണ്ടേ. ചില ആൾക്കാർ അങ്ങനെ കഴിക്കാറില്ല. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അതെ കഴിഞ്ഞ ദിവസം വിളമ്പ് വെച്ചിട്ട് എടുത്തില്ല, എന്നിട്ടും കഴിച്ചില്ല അമ്മ. കുറ്റം പറഞ്ഞു മൊത്തത്തിൽ നീ പോറാ. ഞാൻ പോറാന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു വലിയ കുഴപ്പമില്ലാത്ത നീ ഒന്നും കഴിക്കുന്നില്ല എന്നാ. ഇന്നലെ അങ്ങനെ ആയിരുന്നു കേട്ടോ, ഉടായിപ്പായിരുന്നു. അവള് തിന്നാവും. പിന്നെ പോട്ടെ, നമുക്ക് താല്പര്യമില്ലെങ്കിൽ എന്നിട്ട് ഇന്നാളത്തെ പോലെ തല ഇറങ്ങുന്നു. ഞാൻ പോകത്തില്ല. ആ അപ്പൊ കഴിപ്പ് കൂടിയിട്ട് തല ഇറങ്ങിയ. ഒരു കിലോ പഴം തന്നിട്ട് പോകാൻ. ഞാൻ ഏതെല്ലാം പോയി ആ അമ്മേനെയൊക്കെ സഹായിച്ച് പരീക്ഷയൊക്കെ പഠിച്ചിട്ട് പോവാ. എന്താ എവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് പോകണേ? മതി 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 മതി. ചപ്പാത്തി എടുത്ത് തിന്നെ. ഇവിടുന്ന് പോകണ്ട വല്ല കാഴ്ച. വിശക്കുന്നുണ്ടോ? എന്നിട്ട് തിന്നാതെ പഴം തിന്നോ? ചപ്പാത്തിയുടെ കറിയുണ്ട്, ചോറുണ്ട്, വേണം മുട്ട പൊരിച്ചു തരാം. ഇതൊക്കെ ഇതിലൊക്കെ എന്നാ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യത്തില്ല അവിടെ, കാരണം എനിക്കറിയാം. പതിനൊന്നര ഒന്നും ആയില്ല. ഇത്ര റിച്ചാവണ്ട. പല്ല് വെച്ചായിരുന്നു നീയാ? നിന്നോട് ഞാൻ എന്നാ പറഞ്ഞു? നിന്നോട് ഈ വലിയ കണ്ണെടുത്ത് പൊട്ടുതോടും ഒന്നും വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പോകുന്നതിനൊന്നും കുഴപ്പമില്ല, അറിയാലോ. നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഇടിച്ചു തൂ. വയറ് തൂങ്ങി കിടക്കുന്നു. അതല്ല, വയറല്ല, വയറ്. ഇതാണ് നമ്മുടെ മുളങ്കായം കവല.
ചേട്ടൻ്റെ. അപ്പൊ ഇപ്പൊ വന്നു. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. എന്താ മേടിച്ചേ? ഒന്നും മേടിച്ചില്ല. അപ്പോൾ 200 രൂപ കൊണ്ടുപോയി അതിനകത്ത് വണ്ടിക്കൂലി തന്നെ പോയി. പിന്നെന്താ മേടിക്കാനായി? ഉമ്മ, എന്താ മേടിച്ചേ? ഉമ്മ. അവിടെ ഇരുത്താണ്ടേ. ബാഗാ ബാഗിനകത്ത് ഒന്നും ഇല്ലപ്പാ. ഇതൊക്കെ എന്നാ? പഴം രാവിലെ മേടിച്ചോണ്ടോ? പരം.